പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. വളരെ കൃത്യമായ നിലപാടുകളിലാണ് പദവികളെക്കുറിച്ച്, മന്ത്രിമാരുടെ എണ്ണത്തെക്കുറിച്ച്, വകുപ്പുകളെക്കുറിച്ച് ഒക്കെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വ്യക്തമായ നിർദ്ദേശങ്ങൾ BJP നേതൃത്വത്തിന് മുമ്പാകെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മുമ്പാകെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ആ ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് എന്തൊക്കെയാണ് ഇന്ന് ദില്ലിയിൽ നടക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദില്ലിയിൽ നിന്ന് സിബിയാണ് നമ്മൾക്കൊപ്പം ആദ്യം ചേരുന്നത്. ഇന്ന് NDA പാർലമെൻ്ററി പാർട്ടി യോഗം ദില്ലിയിൽ ചേരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സഖ്യകക്ഷികളുടെ വിലപേശൽ ഉണ്ട്, അല്ലെങ്കിൽ പിടിവാശിയുണ്ട്, നിർബന്ധമുണ്ട്, നിലപാടുണ്ട്. ഇതിൽ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്, അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. NDA മന്ത്രിസഭാ രൂപീകരണം സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് പൊതുവിൽ BJP നിൽക്കുന്നത്. സിബി വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നു. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചരിത്ര. എങ്ങനെയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചർച്ചകളുടെ ഒരു സ്വഭാവം? ഇന്നത്തേക്ക് ഏതാണ്ട് ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ BJPക്കും സഖ്യകക്ഷികൾക്കിടയിലും? അത് വിശേഷിച്ച് പ്രധാനമായിട്ടുള്ളത് TDPക്കും JDUവും തമ്മിലാണ് പ്രധാനമായും ഒരു ധാരണ ഉണ്ടാവേണ്ടതല്ലേ? അതുപോലെ തന്നെ MP-മാരുടെ യോഗം, NDA MP-മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഇന്നിപ്പോൾ NDA MP-മാർ മാത്രമല്ല, MP-മാരുണ്ടാവും. അതുകൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും BJP മുഖ്യമന്ത്രിമാരുണ്ടാവും, പ്രതിപക്ഷ നേതാക്കളുണ്ടാവും, ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടാവും, അതോടൊപ്പം തന്നെ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനുണ്ടാവും. അങ്ങനെ NDAയുടെ ഒരു വിപുലമായ യോഗമാണ് ഇന്നിപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം പോലെയാണ് ഇന്നിപ്പോൾ ചേരുന്നത്. എന്തായാലും അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസ് പോലെയാണ് ആ ഒരു യോഗം. പ്രത്യേകിച്ച് NDAയുടെ നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുക, പിന്നീട് തങ്ങൾക്കുണ്ടായ വിജയമെല്ലാം നിലയും അവിടെ മോദിയെ അഭിനന്ദിക്കുക അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത്. എന്തായാലും മറ്റ് JP നദ്ദയും രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ അമിത്ഷായും അടക്കമുള്ള, അശ്വിനി വൈഷ്ണവും അടക്കമുള്ള, പീയൂഷ് ഗോയലൊക്കെ അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ JDUവുമായിട്ടും അതോടൊപ്പം തന്നെ TDPയുമായിട്ടെല്ലാം തന്നെയും ഇത്തരത്തിൽ ഈ ഒരു വകുപ്പുകൾ സംബന്ധിച്ചെല്ലാം തന്നെയും ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആ ചർച്ചകൾ ഇന്നലെയും JP നദ്ദയുടെ വസതിയിൽ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോഴും ഈ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കൃത്യമായി പറഞ്ഞാൽ JDUവും അതോടൊപ്പം തന്നെ TDPയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി BJPയെ സംബന്ധിച്ച്. കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് വഴങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ പീയൂഷ് ഗോയലിനെയും അശ്വിനി വൈഷ്ണവിനെയും TDPയും അതോടൊപ്പം തന്നെ JDUവുമായിട്ടെല്ലാം തന്നെ സംസാരിക്കാൻ വേണ്ടി പ്രത്യേകമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പീയൂഷ് ഗോയൽ TDP ചന്ദ്രബാബു നായിഡുവായിട്ടും അതോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവ് നിതീഷ് കുമാറുമായിട്ടെല്ലാം തന്നെയും ഇന്നിപ്പോൾ ചർച്ചകൾ നടത്തും. എന്തായാലും ഇപ്പോഴും ഒരു തീരുമാനം കൃത്യമായി ആയിട്ടില്ല. BJPയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ, പ്രത്യേകിച്ച് ആഭ്യന്തരവും അതോടൊപ്പം തന്നെ IT, വിദേശകാര്യം, റെയിൽവേ അടക്കമുള്ള, പ്രതിരോധം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ വഹിച്ചാലും മതി, അത് സഖ്യകക്ഷികൾക്ക് പങ്കിട്ട് നൽകേണ്ട എന്നൊരു തീരുമാനമാണ് നരേന്ദ്രമോദിയുടേത്. പക്ഷേ TDP അടക്കമുള്ള പാർട്ടികൾ, TDPക്ക് 16 MP-മാരുണ്ട്, TDP അടക്കം ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് 4 മന്ത്രിമാർ, ക്യാബിനറ്റ് പദവി വേണം, ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായ സംസ്ഥാന പദവി വേണം അടക്കമുള്ള കാര്യങ്ങൾ TDP മുന്നിട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ JDUവും ഇതുപോലെ തന്നെ 12 MP-മാരുള്ള JDUവും തങ്ങൾക്ക് 3 മന്ത്രിമാരും സഹമന്ത്രിമാരും അടക്കമെല്ലാം തന്നെയും ആവശ്യപ്പെടുന്നു. ബീഹാറിനും പ്രത്യേകമായ സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെയും വളരെ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് BJPക്ക്. അതോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ പോലും ഈ ഒരു സഖ്യകക്ഷികൾ കൈകടത്തി എന്നുള്ളതാണ്. ഇന്നലെ JDUവിൻ്റെ വക്താവായ KC ത്യാഗി ഇന്നലെ വ്യക്തമാക്കിയത് ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി. ഈ അഗ്നിവീർ പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. രാജ്യമാകെ ജാതി സെൻസസ് നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ രണ്ടാം മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ എല്ലാത്തിനും കൃത്യമായ അജണ്ടകളിൽ പോലും മാറ്റം വരുത്തേണ്ട ഒരു ഗതികേടിലേക്ക് BJP എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയമായ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഏത് രീതിക്ക് വിലപേശാമോ ആ രീതിക്കെല്ലാം തന്നെയും സഖ്യകക്ഷികൾ വിലപേശുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭാ രൂപീകരണം കീറാമുട്ടിയായി നിൽക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ടോടെ രാഷ്ട്രപതിയെ കണ്ട് തങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ NDAക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു കത്ത് നൽകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശരത്ത്.
സിബി വളരെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്ന് നടക്കാനിടയുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണത്. അതായത് ഇന്നിപ്പോൾ NDA യോഗം ചേരുന്നുണ്ട്, MP-മാരുടെ യോഗം ചേരുന്നുണ്ട്. ശരി, സിബി വിശദാംശങ്ങൾ നൽകിയതിന്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് ഇപ്പോൾ നേരത്തെ സിബി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വളരെ ശക്തമായ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഘടകകക്ഷികളായിട്ടുള്ള JDU ആകട്ടെ, അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു ആകട്ടെ, രണ്ട് നേതാക്കളും ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഏറ്റവും ശക്തമായി ഇപ്പോൾ അഗ്നിവീർ പദ്ധതി പിൻവലിക്കണം എന്നൊരു നിലപാട് JDU എടുക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് വലിയ തിരിച്ചടിയാകുന്നതിന് അഗ്നിവീർ സൈനിക മേഖലയിലെ കരാർ തൊഴിൽ എന്നുള്ളത് അതടക്കം വെച്ചുകൊണ്ടാണ് തൊഴിലില്ലായ്മ എന്നത് രൂക്ഷമായ ചർച്ചയായി അവിടെ മാറിയത്. അത് പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്ന ഘട്ടത്തിലടക്കം തുടക്കം കുറിച്ചതും പിന്നീട് ആ മുന്നണി മുന്നോട്ട് കൊണ്ടുപോയതുമാണ് ജാതി സെൻസസ് എന്നുള്ള പ്രശ്നം. ഉത്തരേന്ത്യയുടെ പിന്നോക്ക രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി സ്വാധീനിച്ച ജാതി സെൻസസ്, BJPയുടെ പിന്നോക്ക നിലപാടുകൾ, പിന്നോക്കക്കാരുടെ ഉന്നമനത്തിന് BJPയും നരേന്ദ്രമോദി സർക്കാരുമാണ് ഏറ്റവും മികച്ചത്, ഏറ്റവും മുന്തിയത് എന്ന നിലയിലുള്ള BJPയുടെ വാദത്തെ പൊളിച്ചത് യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസ് നടത്തി വസ്തുതകൾ വെളിപ്പെടണം എന്ന ആവശ്യത്തെ തുടർന്നാണ്. അപ്പോൾ അത് നടപ്പാക്കണം എന്നൊരാവശ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദിയോട് ഈ നേതാക്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു അവസരം വന്നിട്ടുണ്ട്. അങ്ങനത്തെ വളരെ ശക്തമായ ആവശ്യങ്ങൾ, അത് ഏതാണ്ട് വകുപ്പുകൾക്കോ പദവികൾക്കോ വേണ്ടിയുള്ള പിടിവലി മാത്രമല്ല, മുന്നോട്ട് പോകുന്ന സർക്കാരിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ദിശാബോധം നൽകാൻ തങ്ങൾക്ക് കഴിയണം എന്ന നിലയിലേക്ക് ഇരു നേതാക്കളും ഇപ്പോൾ സംഘ്പരിവാർ രാഷ്ട്രീയത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് സ്വാഭാവികമായും TDP ആവശ്യപ്പെടുന്ന 3 ക്യാബിനറ്റ് പദവിയും സ്പീക്കർ സ്ഥാനമാണ്. സ്പീക്കർ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ലോക്സഭാ സ്പീക്കർ എന്നത് BJPക്ക് ഏറ്റവും സൗകര്യപ്രദമായി തന്നെ രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയും വിധത്തിലായിരുന്നു. പാർലമെൻറ്റിലെ ലോക്സഭയിലെ MP-മാരുടെ നിരന്തരമായ കൂട്ടത്തോടെയുള്ള സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ, സർക്കാരിനെതിരായ വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചാലുള്ള സഭയുടെ നടപടികൾ, ഇതിലെല്ലാം സ്പീക്കർ പദവി വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ ഈ പാർട്ടികളെ പിളർത്തുക, അതുപോലെ തന്നെ ആളുകളെ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉയരുന്ന പ്രശ്നങ്ങളിൽ, ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സഭാ ചട്ടങ്ങൾ, ഇതിലെല്ലാം സ്പീക്കറുടെ ഒരു റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ JDUവിൻ്റെ ആവശ്യം 3 ക്യാബിനറ്റ് മന്ത്രിമാർ വേണം എന്നുള്ളതാണ്. 2-ൽ കൂടുതൽ നൽകാനാവില്ല എന്നാണ് BJP പറയുന്നത്. 3 വീതം ആവശ്യപ്പെടുന്നു, പക്ഷേ 2 എന്നുള്ളതിൽ BJP നിൽക്കുന്നു. സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നുണ്ട് TDP എന്നതുപോലെയുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങേണ്ടതില്ല, ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളതാണ് പൊതുവായി വന്നിരിക്കുക. ഏതായാലും ഇന്ന് നരേന്ദ്രമോദിയെ NDA യോഗം നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തും പ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വെക്കണം എന്നുള്ളതാണ് BJP എടുക്കുന്ന ഒരു പൊതു സ്റ്റാൻഡ്. TDPക്ക് സ്പീക്കർ സ്ഥാനവും 3 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനങ്ങൾ നൽകാം എന്ന് BJP അറിയിച്ചു എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ 3 പറ്റില്ല, 2 മന്ത്രിസ്ഥാനങ്ങൾ എന്ന് എന്ന നിലയും വരുന്നുണ്ട്. 12 അംഗങ്ങളുള്ള JDUവിന് 2 ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് വാഗ്ദാനം. അപ്പോൾ ഇരു പാർട്ടികളും പക്ഷേ BJPയുടെ ഈ സ്റ്റാൻഡിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ഇപ്പോൾ ഏതാണ് ആഭ്യന്തരം, വിദേശകാര്യം, ധനം, റെയിൽവേ, IT തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങൾ വിട്ടുകൊടുക്കാനാകില്ല എന്നൊരു നിലപാട് BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ കോൺഗ്രസിന് 99 അംഗങ്ങളായിരുന്നു, അതിപ്പോൾ 100 ആയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സാംഗ്ലയിൽ സ്വതന്ത്രനായി ജയിച്ച വിശാൽ പാട്ടീൽ കോൺഗ്രസിൽ തിരിച്ചെത്തി. റിബലായി മത്സരിച്ചയാളാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഒപ്പം ചേരാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസിൻ്റെ അംഗബലം ലോക്സഭയിൽ 100 ആയിട്ടുണ്ട് എന്നതുകൂടി പുതിയ വിവരങ്ങളിൽ ഇന്നത്തെ ദേശീയ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്.